എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 10 മിനിറ്റ് കൊണ്ട് ആർക്കും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കുറുക്കാണ്. റാഗി കുറുക്ക് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരബലം കൂട്ടാനും പ്രമേഹ സാധ്യത കുറയ്ക്കാനും റാഗിയിലെ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കാനും വളരെ തന്നെ നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിലുള്ള പ്രായമായ അച്ഛനമ്മമാർക്ക് വരെ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈ ഒരു റാഗി കുറുക്ക് 4 മണിക്കുള്ള ചായ പലഹാരമായും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കുറുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് റാഗി കുറുക്കിയത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇന്നത്തെ റാഗി കുറുക്കിയത് നമ്മളൊരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് ആദ്യമേ നമുക്ക് ഒരു ബൗൾ എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് നമുക്ക് ആവശ്യമായ റാഗിപ്പൊടി എടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് ഇത് ഉണ്ടാക്കി എടുക്കരുത്, അല്പം ലൂസായിട്ട് വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോഴാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് കിട്ടുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ റാഗി കുതിർത്തി അരച്ചല്ല ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് എളുപ്പത്തിലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് എടുത്തിട്ടുള്ള പൊടിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ റാഗി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് രാവിലൊക്കെ ഉണ്ടാകും കേട്ടോ. ഇതിന്റെ ആ ഒരു ഉമിയൊന്നും കളയാതെ തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല കറുത്ത കളറിലാണ് നമുക്ക് ഈ പൊടി കിട്ടുക. ഉമിയോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ശരീരത്തിനും അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ റാഗി ഞാനിവിടെ നല്ലോണം തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ ഒരു വെള്ളത്തോടു കൂടി നമ്മൾ ഈ റാഗി കുറുക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി മാറും. അതുകൊണ്ട് അല്പം ലൂസായിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഈ പൊടിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ലൂസായിട്ട് തന്നെ നമ്മളിവിടെ റാഗി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 200 ഗ്രാം അളവിൽ ശർക്കരയാണ്. നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ ഒരു റാഗി കുറുക്കിന് അധികമൊന്നും മധുരം ഉണ്ടാവില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ശർക്കരയുടെ അളവുകൾ കൂട്ടി വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന് വരെ കുടിക്കാൻ പറ്റിയ പാകത്തിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ശർക്കരയിലേക്ക് 2 ഗ്ലാസ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരത്തെ തന്നെ ശർക്കരയിലേക്ക് വെള്ളം ഒഴിച്ചു വെക്കുവാണെങ്കിൽ ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിപ്പോൾ ശർക്കര ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു റാഗി കുറുക്കിയത് തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പാത്രവും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു റാഗി ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറിയ തീയിൽ വെച്ച് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ റാഗി പാത്രത്തിന്റെ അടിയിൽ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പോൾ കണ്ടോ ധാരാളം ഉമിയോടുകൂടി തന്നെയാണ് നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കുന്നത്. റാഗി വാങ്ങി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു രാത്രി മുഴുവനും വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിനുശേഷം രാവിലെ ആകുമ്പോൾ ആ ഒരു വെള്ളമെല്ലാം ഊറ്റി മാറ്റി ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ടുകൊടുത്ത് വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണങ്ങിക്കിട്ടും. ആ ഒരു റാഗി നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെക്കുവാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. റാഗി ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. റാഗി കുറുകി വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശർക്കര പാനിയും നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ശർക്കര പാനി നന്നായിട്ട് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതുപോലെ നമ്മുടെ റാഗി നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകിയ ഭാഗത്തിലേക്ക് ആയും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റാഗി നല്ലതുപോലെ വെന്ത് ഒന്ന് കുറുകി കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് തിളപ്പിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ കട്ടകളെല്ലാം ഒന്ന് നല്ലോണം തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരു 10 മിനിറ്റ് കൊണ്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരം കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ കട്ടകളെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉടച്ചെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ
അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ ശർക്കര പാനിയും കൂടെ ചേർന്ന് ഒന്നുകൂടെ തിളച്ചെന്ന് വരണം. അതിനായിട്ട് ചെറിയ തീയിൽ തന്നെ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു കാര്യം ചെയ്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടി വേവാതെ പെട്ടെന്ന് തന്നെ കുറുകിപ്പോകും കേട്ടോ. ഇപ്പോൾ നമ്മുടെ റാഗി കുറുക്കിയത് നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ റാഗി കുറുക്ക് തയ്യാറാക്കുമ്പോൾ ലൂസായിട്ട് തന്നെ വേണം കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചൂട് ആറി വരുമ്പോഴേക്കും നല്ല കട്ടിയായിട്ട് മാറാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഈ റാഗി കുറുക്കിലേക്ക് ചേർക്കേണ്ടത് ഒരു പിടി നിറയെ തന്നെ നാളികേരമാണ്. നാളികേരം തിരുമേത് ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഈ ഒരു കുറുക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നാളികേരം കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. നാളികേരത്തിന്റെ ആ ഒരു സ്വാദ് ഈ ഒരു കുറുക്കിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചു കിട്ടണം. അതിനായിട്ട് വീണ്ടും നമുക്കൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. നാളികേരം കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. നാളികേരം കൂടെ ചേർത്ത് ഒന്നും കൂടെ നമ്മുടെ കുറുക്ക് അല്പം ലൂസായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് നേരമൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. പാലെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവിൻ പാലും എടുക്കാവുന്നതാണ്. പശുവിൻ പാൽ എടുക്കുമ്പോൾ തിളപ്പിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അല്പം ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. ഏലക്കയും ചുക്കും കൂടി ചേർത്ത പൊടിയാണ് 1/4 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നത്. ഇനി ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചേർത്ത് ഒരു താളിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് നാളികേരവും 1/4 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളിപ്പ് കുറുക്കിലേക്ക് ചേർക്കാം. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റാഗി കുറുക്കിയത് ഇവിടെ റെഡിയാണ്. അങ്ങനെ നമ്മുടെ റാഗി കുറുക്ക് ഗ്ലാസ്സിലേക്ക് പകർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.